നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കറിയും കൂടി ഉണ്ടാക്കിയാലോ. മഷ്റൂം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ടർമറിക്, അതായത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയോ കാശ്മീരിയോ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് വേണേ ആ മഷ്റൂം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതൊക്കെ ആ മഷ്റൂമിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചൊക്കെ റെഡിയാക്കി വയ്ക്കാം. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വരട്ടെ. ഇത് കറിയുടെ ഒപ്പം ഈ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ച് മതി, അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ 2-3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം മഷ്റൂം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് സോട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ മഷ്റൂം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലിൽ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു മധുരവും, എന്നാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എരിവിനനുസരിച്ച് നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല കളറായി വന്നിട്ടുണ്ട്. മസാലപ്പൊടികൾ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ മഷ്റൂം വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ആ സ്പൈസസ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിലേക്ക് കളറിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതിയോളം തക്കാളി, ചെറിയ തക്കാളിയാണെങ്കിൽ പകുതി തക്കാളി മാത്രം മതി കേട്ടോ. ഒരുപാട് പുളി ആവശ്യമില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ റെഡിയായി വന്നിട്ടുള്ള മസാലയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേവിച്ച് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വെള്ളമാവാതെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോഴാണ് നമുക്ക് ആ മഷ്റൂമൊക്കെ ഒന്ന് നല്ല രീതിയിൽ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടുക. വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ആ തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ നമ്മുടെ മഷ്റൂമും സവാള എല്ലാം കൂടി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ മഷ്റൂമിൻ്റെ ഒപ്പം തന്നെ തേങ്ങാക്കൊത്ത് കിട്ടുമ്പോൾ അതും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൽ ഈ ഒരു ഗ്രേവി അധികം വേണ്ട, ഇത്രയും തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം. നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.